കാർഷിക വൃത്തിയിലെ വിജയഗാഥ പെരുമയാക്കി പുത്തികെ വളക്കിലയിലെ ശിവാനന്ദ. ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ 12 ഇനം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ശിവാനന്ദയും കുടുംബവും. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. തിമിർത്ത് പെയ്യുന്ന മഴയും കത്തിയെരിയുന്ന വെയിലുമൊന്നും പുത്തികെ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് പ്രദേശമായ വളക്കിലയിലെ ശിവാനന്ദൻ എന്ന കർഷകന് ഒരു പ്രശ്നമേയല്ല. വെയിലായാലും മഴയായാലും പകൽ സദാസമയവും ഈ കർഷകനെ പാടത്തും വരമ്പത്തും പറമ്പിലുമൊക്കെയായി കാണാം. ഈ ഓണക്കാലത്തും പതിവ് പോലെ തന്റെ പച്ചക്കറി കൃഷിയുടെ വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലും തിരക്കിലുമാണ് ശിവാനന്ദനും കുടുംബവും. 12 തരം പച്ചക്കറികളാണ് ഇത്തവണ ശിവാനന്ദന്റെ തോട്ടത്തിൽ വളർന്ന് വിളതൂങ്ങി നിൽക്കുന്നത്. പയർ, പീച്ചിങ്ങ, കക്കിരി, വെണ്ട, ചീര, കുമ്പളം, തണ്ണിമത്തൻ, ചുരങ്ങ എന്നിവയാണ് പ്രധാന വിളകൾ. സംസ്ഥാന കർഷകോത്തമ അവാർഡ് ജേതാവായ ശിവാനന്ദയ്ക്ക് വരുമാനമാർഗവും വിനോദവും ജീവിതവുമെല്ലാം കൃഷിയാണ്. പുത്തികെ പഞ്ചായത്തിലും കുമ്പള പഞ്ചായത്തിലുമായുള്ള തന്റെ 12 ഏക്കർ കൃഷിഭൂമിയെ വർഷങ്ങളായി വിളകളുടെ പറുദീസയാക്കി നിലനിർത്തി പോരുകയാണ് ഇദ്ദേഹം. പരമ്പരാഗതമായി നെല്ല് തന്നെയാണ് ഈ കുടുംബത്തിന്റെ അടിസ്ഥാന കൃഷി. സ്വന്തമായുള്ള 3 ഏക്കർ പാടത്തും പാട്ടത്തിനെടുത്ത 8 ഏക്കർ പാടത്തുമായി ആകെ 11 ഏക്കറിലാണ് ഇക്കുറി നെൽകൃഷി ചെയ്തു വരുന്നത്. വിരിപ്പ്, മുണ്ടകൻ കൃഷികളാണ് സാധാരണയായി ചെയ്യാറുള്ളതെങ്കിലും ഇപ്രാവശ്യം പുഞ്ചയും കൃഷി ചെയ്തു. മുൻവർഷങ്ങളിൽ പുഞ്ച സീസണിൽ ചെറുപയർ, ഉഴുന്ന്, മുതിര തുടങ്ങിയ പയർവർഗ്ഗങ്ങളാണ് കൃഷി ചെയ്തിരുന്നത്. നാടൻ നെല്ലിനമായ കൊട്ടിപുഞ്ച, ജയ, കാഞ്ചന, ഉമ, M4 എന്നീ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന ശിവാനന്ദയെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം വളരെയധികം സഹായിക്കുന്നുണ്ട്. നെല്ല് കഴിഞ്ഞാൽ പിന്നെ പ്രധാന കൃഷി തെങ്ങാണ്. 300ഓളം തെങ്ങുകളാണ് ഇദ്ദേഹത്തിനുള്ളത്. തേങ്ങ പച്ചയായും കൊപ്രയാക്കിയും വിപണനം ചെയ്യാറുണ്ട്. ഇതിനു പുറമെ 1000ഓളം കവുങ്ങും വാഴയും ശിവാനന്ദയുടെ പറമ്പിനെ സമൃദ്ധമാക്കുന്നു. നെല്ല്, പച്ചക്കറി, പിന്നെ പച്ചക്കറി എല്ലാ ഐറ്റവും പച്ചക്കറി വവ്വത്ത് ചെയ്യുന്നുണ്ട്, വേനൽക്കാലത്ത് ചെയ്യുന്നുണ്ട്. അതല്ല ഒരു 2-2.5 ഏക്കറെ വവ്വത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ വേനൽക്കാലാകുമ്പോൾ ഇപ്പോൾ ഒരു 10-15 ഏക്കർ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെല്ല് കൃഷിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപാട് രണ്ടാമത് അതിൽ പച്ചക്കറി രണ്ടാമത് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രൈ ആയിട്ട് പിന്നെ അതിലെ പച്ചക്കറി മറ്റേ ധാന്യത്തിന് നെല്ല് കൊയ്തപാട് തന്നെ രണ്ടാമത് ധാന്യം അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും വളത്തിനായിട്ട് ബസ്, ഒരു നാട ബസ് തന്നെ കാസർഗോഡ് തന്നെ അതാണ് പറ്റുന്നത്. പിന്നെ പോത്തുണ്ട്, വളത്തിനെല്ലാം അതിനെ യൂസ് ആക്കിയിട്ട് നാടവള തന്നെ അതിനായിട്ട് ചെയ്യുന്നത്. എല്ലാ കർഷകരും അഭിമുഖീകരിക്കുന്നത് പോലെ പന്നിശല്യം തന്നെയാണ് ശിവാനന്ദയെയും അലട്ടുന്ന വലിയ വെല്ലുവിളി. ഇതിനെ പ്രതിരോധിക്കാനായി പലതരം പരീക്ഷണങ്ങൾ പയറ്റിവരികയാണ് ഈ പാരമ്പര്യ കർഷകൻ. പുത്തികെ കൃഷിഭവനിൽ നിന്നും പുത്തികെ പഞ്ചായത്തിൽ നിന്നും മികച്ച പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്നും ഈ മാതൃകാ കർഷകൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, വള.